എല്ലാവർക്കും ആസ്പിർ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ സിനിമകളുടെ OTT അപ്ഡേറ്റ്സ് അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് സമാറ എന്ന മലയാളം മൂവിയെക്കുറിച്ചാണ്. റഹ്മാൻ നായകനായി എത്തിയ സയൻസ് ഫിക്ഷൻ ത്രില്ലർ മൂവിയാണ് സമാറ. ബോക്സ് ഓഫീസിൽ വിജയിക്കാൻ സാധിക്കാതെ പോയ ചിത്രം ഇപ്പോൾ മനോരമ മാക്സിൽ അവൈലബിൾ ആണ്. അടുത്ത അപ്ഡേറ്റ് ബ്രോമാൻസ് എന്ന മലയാളം മൂവിയെക്കുറിച്ചാണ്. അർജുൻ അശോകൻ, മാത്യു തോമസ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ കോമഡി റൊമാന്റിക് മൂവിയാണ് ബ്രോമാൻസ്. ബോക്സ് ഓഫീസിൽ സക്സസ് ആയി മാറിയ ചിത്രം ഇപ്പോൾ സോണി ലിവ് വഴി OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്ത അപ്ഡേറ്റ് EMI എന്ന തമിഴ് സിനിമയെക്കുറിച്ചാണ്. സദാശിവം, സായി ധന്യ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ഫാമിലി ഡ്രാമ മൂവിയാണ് EMI. തിയേറ്ററുകളിൽ നിന്നും ആവറേജ് വിജയം നേടിയെടുത്ത ചിത്രം ഇപ്പോൾ ടെന്റുകോട്ട OTT പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. അടുത്ത അപ്ഡേറ്റ് കോസ്റ്റാവോ എന്ന ഹിന്ദി മൂവിയെക്കുറിച്ചാണ്. നവാസുദ്ദീൻ സിദ്ദിഖ് പ്രധാന കഥാപാത്രമായി എത്തിയ ബയോഗ്രാഫിക്കൽ ക്രൈം ഡ്രാമ മൂവിയാണ് കോസ്റ്റാവോ. തിയേറ്ററുകളിൽ നിന്നും ആവറേജ് വിജയം മാത്രം നേടിയെടുത്ത ചിത്രം ഇപ്പോൾ C5 വഴി OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്ത അപ്ഡേറ്റ് ഔസേപ്പിന്റെ ഒസ്യത്ത് എന്ന മലയാളം സിനിമയെക്കുറിച്ചാണ്. വിജയരാഘവൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഫാമിലി ഡ്രാമ മൂവിയാണ് ഔസേപ്പിന്റെ ഒസ്യത്ത്. തിയേറ്ററുകളിൽ ഫ്ലോപ്പായി മാറിയ ചിത്രം ഇപ്പോൾ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. അവസാനത്തെ അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന മലയാളം സിനിമയെക്കുറിച്ചാണ്. ഉണ്ണി മുകുന്ദനും നിഖില വിമലും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ കോമഡി ഡ്രാമ മൂവിയാണ് ഗെറ്റ് സെറ്റ് ബേബി. തിയേറ്ററുകളിൽ ഫ്ലോപ്പായി മാറിയ ചിത്രം മെയ് 8 മനോരമ മാക്സ് വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിനും സിനിമാ വാർത്തകൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.